നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിന്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 20ലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചലഞ്ച് നമ്പർ 20 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഉള്ള ചലഞ്ചുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചലഞ്ച് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള 19 ചലഞ്ചുകളും കൂടെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യം എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ നോട്ട് ചെയ്ത് വെക്കുക. അവസാനം ഞങ്ങൾ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അത്ലറ്റിക് മീറ്റ് നടന്നത് എവിടെ? കേരള, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി. ഇവയാണ് ഓപ്ഷനുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2017 SBIയുമായി ലയിച്ച ബാങ്കുകളുടെ എണ്ണം എത്ര? 5, 6, 7, 8. ഇവയാണ് ഓപ്ഷനുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന നോവൽ എഴുതിയതാര്? അനിത ദേശായി, ശശി തരൂർ, അരുന്ധതി റോയ്, കിരൺ ദേശായി. ഇവയാണ് ഓപ്ഷനുകൾ. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജ്യസമാചാരം എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത് എവിടെ നിന്ന്? അഞ്ചുതെങ്ങ്, ഇല്ലിക്കുന്ന്, നാഗർകോവിൽ, മട്ടാഞ്ചേരി. ഇവയാണ് ഓപ്ഷനുകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിറ്റാമിൻ B7 കെമിക്കൽ നെയിം എന്ത്? ബയോട്ടിൻ, ഫോളിക് ആസിഡ്, സയാനോ കൊബാലമീൻ, പിരിഡോക്സിൻ. ഇവയാണ് ഓപ്ഷനുകൾ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? മമ്മൂട്ടി, KJ യേശുദാസ്, മഞ്ജു വാര്യർ, മോഹൻലാൽ. ഇവയാണ് ഓപ്ഷനുകൾ. UPS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ത്? യൂണിവേഴ്സൽ പവർ സപ്ലൈ, യൂണിവേഴ്സൽ പവർ സോഴ്സ്, അൺഇൻറ്ററപ്റ്റബിൾ പവർ സ്റ്റാൻഡ് ബൈ, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. ഇവയാണ് ഓപ്ഷനുകൾ. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വേരുകൾ എന്ന് പറയുന്ന ഫേമസ് നോവൽ എഴുതിയതാര്? മലയാറ്റൂർ രാമകൃഷ്ണൻ, ബെന്യാമിൻ, M. മുകുന്ദൻ, SK പൊറ്റക്കാട്. ഇവയാണ് ഓപ്ഷനുകൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അഡ്രോയിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് എഴുതണം. അൺസ്കിൽഫുൾ, കറക്റ്റ്, സ്ട്രോങ്, ആപ്റ്റ്. ഇവയാണ് ഓപ്ഷനുകൾ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. സ്ക്വയർ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ക്യൂബോയിഡ്. ഇവയാണ് ഓപ്ഷനുകൾ. അങ്ങനെ നമ്മൾ 10 ക്വസ്റ്റ്യനുകളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ നോട്ട് ചെയ്ത് വെച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻസർ സെഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറിനായുള്ള അത്ലറ്റിക് മീറ്റ് നടന്നത് എവിടെ? കേരളത്തിലാണ് നടന്നത്. കേരളത്തിൽ എവിടെയാണ് നടന്നത്? തിരുവനന്തപുരത്ത് വെച്ച് ഏപ്രിൽ 28, 2017. ഓക്കെ, അപ്പം 2017 ഏപ്രിൽ 28 ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അത്ലറ്റിക് മീറ്റ് നടന്നത്. എവിടെ വെച്ചിട്ടാണ്? കേരളത്തിലെ തിരുവനന്തപുരത്ത് വെച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. എത്ര ബാങ്കുകളാണ് 2017 SBIയുമായി ലയിച്ചത്? 6 ബാങ്കുകളാണ് ലയിച്ചത്. അത് SBIയുടെ തന്നെ അസോസിയേറ്റ് ബാങ്കുകളായ 5 പിന്നെ ഭാരതീയ മഹിളാ ബാങ്കുമാണ്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് റായ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. ഇതെല്ലാം സ്റ്റേറ്റ് ബാങ്കിൻ്റെ അസോസിയേറ്റ് ബാങ്കാണ് ഈ 5. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതാണ് BMB, ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളുടെ പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഇടയ്ക്കൊരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മളുടെ അന്ന് ലയിക്കാത്ത ബാങ്ക് ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു 6 പേരും പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന നോവൽ എഴുതിയതാര്? അരുന്ധതി റോയ് ആണ് ഈ നോവലിൻ്റെ രചയിതാവ്. ഏതാണ്? ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമുക്ക് അരുന്ധതി റോയുടെ മറ്റ് ഫേമസ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻറ്റും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആരുടേതാണ്? അരുന്ധതി റോയുടെയാണ്. പിന്നെ അടുത്ത ബുക്ക് ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ മറ്റൊരു പുസ്തകമാണ്. ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ, വാക്കിംഗ് വിത്ത് കൊമറേഡ്സ്,
ലിസണിങ് ടു ഗ്രാസ് ഹോപ്പർ. ഇവയാണ് അരുന്ധതി റോയുടെ മറ്റ് ഫേമസ് പുസ്തകങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളവയും. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഏതാണ്? ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി. ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്ന മറ്റൊരു ബുക്കും. പിന്നെ എന്താണ്? ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. പിന്നെ എന്താണ്? വാക്കിംഗ് വിത്ത് കോമ്രേഡ്സ്. വാക്കിംഗ് വിത്ത് കോമ്രേഡ്സ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. പിന്നെന്താണ്? ലിസണിങ് ടു ഗ്രാസ് ഹോപ്പേഴ്സ്. അതും അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് പഠിക്കുക. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. അടുത്ത നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജ്യസമാചാരം എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ നിന്നാണ്? ഇല്ലിക്കുന്ന്. എവിടെ നിന്നാണ്? ഇല്ലിക്കുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് തലശ്ശേരി, കണ്ണൂർ തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഇല്ലിക്കുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വിവരങ്ങൾ നോക്കാം. അത് 1847 1847 നമ്മളുടെ ഈ രാജ്യസമാചാരം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ആദ്യമായി പബ്ലിഷ് ചെയ്തത്. അത് ഹെർമൻ ഗുണ്ടട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ഹെർമൻ ഗുണ്ടട്ടായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ കാലങ്ങളെ നിന്നുള്ളൂ. 1847 സ്റ്റാർട്ട് ചെയ്തു. 1850 ഇതിൻ്റെ പ്രസിദ്ധീകരണം നിർത്തി. ഓക്കെ, 42 ഇഷ്യൂകൾ മാത്രമേ ഈ ന്യൂസ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുള്ളായിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ 2ാമത്തെ ന്യൂസ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമോദയമാണ്. പശ്ചിമോദയമാണ് മലയാളത്തിലെ 2ാമത്തെ ന്യൂസ് പേപ്പർ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ബംഗാൾ ഗസറ്റ് ആണ്. 1780 പ്രസിദ്ധീകരണം തുടങ്ങിയ ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. അത് സ്റ്റാർട്ട് ചെയ്തത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് നമ്മുടെ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ ന്യൂസ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ സമാചാറാണ്. ഓക്കെ, ഇപ്പോൾ ബോംബെ സമാചാറാണ് ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ ന്യൂസ് പേപ്പർ. അത് 1822 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷനുകൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇനിയിപ്പം മലയാളത്തിലെ കൂടെ ഒന്ന് നോക്കാം. മലയാളത്തിലെ ഇപ്പോൾ സർക്കുലേഷനിലുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ദീപികയാണ്. അത് 1887 1887 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയും നിൽക്കട്ടെ. അടുത്ത നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കെമിക്കൽ നെയിം ഓഫ് വിറ്റാമിൻ B7. വിറ്റാമിൻ B7ന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ബയോട്ടിൻ എന്നാണ്. എന്താണ്? ബയോട്ടിൻ എന്നാണ് വിറ്റാമിൻ B7ന്റെ കെമിക്കൽ നെയിം. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷനുകളൊന്നും നോക്കണ്ടേ? ഈ ഫോളിക് ആസിഡും സയാനോ കൊബാലമീനും പിഡോക്സിനും ഒക്കെ നമ്മൾ ചുമ്മാ എഴുതി വെച്ചാൽ പോരാ. അതിനകത്ത് ആ ഓപ്ഷനുകളും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. വിറ്റാമിൻ B9 എന്ന് പറയുന്നതാണ് ഫോളിക് ആസിഡ്. അപ്പോൾ ഫോളിക് ആസിഡ് ഏതാണ്? വിറ്റാമിൻ B9. അടുത്ത സയാനോ കൊബാലമീൻ എന്ന് പറയുന്നത് വിറ്റാമിൻ B12 ആണ്. പിരിഡോക്സിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ B6 ആണ്. അപ്പം റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 ആണ്. നിയാസിൻ വിറ്റാമിൻ B3 ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊരു മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഫോളിക് ആസിഡ് വിറ്റാമിൻ B9, സയാനോ കൊബാലമിൻ വിറ്റാമിൻ B12, പിരിഡോക്സിൻ വിറ്റാമിൻ B6, റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2, നിയാസിൻ വിറ്റാമിൻ B3. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? KJ യേശുദാസ്. നമ്മുടെ അനശ്വര ഗായകനായ KJ യേശുദാസ് ആണ് ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇനി നമുക്ക് കുറച്ച് ബ്രാൻഡ് അംബാസിഡറുകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലുള്ള കുറച്ച് ബ്രാൻഡ് അംബാസിഡറുകളെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഹോർട്ടികോർപ്പിന്റെയും ഷീ ടാക്സിയുടെയും സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെയും ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യരാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ്? ഹോർട്ടികോർപ്പിന്റെയും ഷീ ടാക്സിയുടെയും സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ ഈ 3 ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മഞ്ജു വാര്യരാണ്. ഓക്കെ, ഇനി ശുഭയാത്ര എന്ന് പറയുന്ന റോഡ് സേഫ്റ്റി പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. അപ്പോൾ ശുഭയാത്ര എന്ന് പറയുന്ന റോഡ് സേഫ്റ്റി പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ബ്രാൻഡ് അംബാസിഡറും മോഹൻലാൽ തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റെഫി ഗ്രാഫിനെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്നത് അംബാസിഡർ ഫോർ ടൂറിസം ആൻഡ് ആയുർവേദ. അപ്പം ടൂറിസത്തിന്റെയും ആയുർവേദത്തിന്റെയും ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ സ്റ്റെഫി ഗ്രാഫ് ആണ്. ഓക്കെ, അതുകൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. UPS എന്ന് പറയുന്നത് എന്താണ്? UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ലോസ്റ്റ് ആയാലും നമ്മുടെ കമ്പ്യൂട്ടറിന് കുറച്ച് സമയത്തേക്ക് ബാക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ UPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് USBയുടെ ഫുൾ ഫോം നോക്കാം. ഇപ്പോൾ UPS എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ്. USB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതാണ് വൈഫൈയുടെ കൂടെ നോക്കണം. വൈഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്?
വയർലെസ് ഫിഡിലിറ്റി. എന്താണ് വയർലെസ് ഫിഡിലിറ്റിയാണ് വൈഫൈ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേരുകൾ എന്ന് പറഞ്ഞ ഫേമസ് നോവൽ ആരുടേതാണ്? അത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ് വേരുകൾ എന്ന് പറയുന്ന ഫേമസ് നോവൽ. ഓക്കെ, അപ്പം മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു ഫേമസ് നോവലാണ് ഏതെന്ന് പറയുന്നത്? വേരുകൾ എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അഡ്രോയിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റോണിം ഓപ്പോസിറ്റ് എഴുതണം. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അൺസ്കിൽഫുൾ. അഡ്രോയിറ്റിന്റെ മീനിങ് ക്ലവർ അല്ലെങ്കിൽ സ്കിൽഫുൾ എന്നൊക്കെയാണ് അഡ്രോയിറ്റിന്റെ മീനിങ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺസ്കിൽഫുൾ ആണ്. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ്, നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയാൻ ഏതാണ്? സ്ക്വയർ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ക്യൂബോയിഡ്. ബാക്കി എല്ലാം എന്താ പറയുന്നത് പറഞ്ഞാൽ 2 ഡയമെൻഷനിലാണ്. സ്ക്വയർ ആയാലും റെക്ടാങ്കിൾ ആയാലും നമ്മളെ ട്രയാങ്കിൾ ഒക്കെ ആയാലും. പക്ഷേ ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അപ്പോൾ 3 ഡയമെൻഷണൽ ഫിഗറായ ക്യൂബോയിഡ് ആണ് നമ്മൾക്ക് ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാൻ. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് നമ്പർ 20 കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ചലഞ്ച് നമ്പർ 20 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം ചലഞ്ച് നമ്പർ 20 അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും PSC റാങ്ക് മേക്കേഴ്സിൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.